ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രഘുനന്ദൻ ശ്രീനിവാസ് കമ്മത്ത് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. നാച്ചുറൽസ് ഐസ്ക്രീം സ്ഥാപകനാണ്. സംസ്കാര ചടങ്ങുകൾ അന്ധേരി വെസ്റ്റ് ഹില്ലിലെ അമ്പോളിയിൽ ശനിയാഴ്ച വൈകുന്നേരം നടന്നു. ബംഗളൂരുവിലെ മാങ്ങാ കച്ചവടക്കാരൻ്റെ മകനായി ജനിച്ച രഘുനന്ദൻ്റെ നാച്ചുറൽസ് ഐസ്ക്രീം ഇന്ന് 400 കോടി വിറ്റുവരവുള്ള സ്ഥാപനമാണ്. ഭാര്യയും 2 ആൺമക്കളുമുണ്ട്. മക്കളിൽ സിദ്ധാർത്ഥാണ് ഇപ്പോൾ നാച്ചുറൽസിൻ്റെ അമരത്തുള്ളത്. 14 വയസ്സുള്ളപ്പോഴാണ് മംഗളൂരുവിൽ നിന്ന് മുംബൈക്ക് രഘുനന്ദൻ ട്രെയിൻ കയറിയത്. സഹോദരൻ്റെ റെസ്റ്റോറൻറ്റിൽ ജോലിക്ക് നിൽക്കവെയാണ് ഐസ്ക്രീമിൽ പഴങ്ങളുടെ രുചി കൊടുക്കുന്നതിന് പകരം എന്തുകൊണ്ട് യഥാർത്ഥ പഴങ്ങൾ ഉൾപ്പെടുത്തിക്കൂടാ എന്ന ചിന്ത രഘുനന്ദന് വന്നത്. ആളുകൾ ഇതെങ്ങനെ സ്വീകരിക്കുമെന്ന സംശയത്തിൽ പ്രധാന വിഭവമായി പാവ് ഭാജിയും ഒപ്പം ഐസ്ക്രീമും കൊടുത്തു തുടങ്ങി. 1984 ജൂഹുവിലാണ് ആദ്യ ഐസ്ക്രീം പാർലർ ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ 12 രുചികളിലുള്ള ഐസ്ക്രീമാണ് വിറ്റിരുന്നത്. ഐസ്ക്രീം പണക്കാരുടെ വിഭവം എന്ന പേരിൽ നിലനിന്നിരുന്നപ്പോഴാണ് രഘുനന്ദൻ ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. പിന്നീട് 1994 ആയപ്പോഴേക്ക് 5ഓളം ഔട്ട്ലെറ്റുകൾ അദ്ദേഹം തുറന്നു. ഇന്ന് 15 നഗരങ്ങളിലായി 165 ഔട്ട്ലെറ്റുകൾക്ക് മുകളിൽ നാച്ചുറൽസിനുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. ഈ അക്ഷയ തൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും. സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം. അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം. പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം